ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. മുന്നിലുള്ള കുളത്തിൽ തെളിഞ്ഞു കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി തൻ്റേതായ ചിന്തകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു ദയ. അരികിൽ ഗോപികയുമുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് തെച്ചു. ഇരുവർക്കുമിടയിലെ നിശബ്ദതയ്ക്ക് ഗോപികയുടെ സൗമ്യമാർന്ന സ്വരം തടയിട്ടപ്പോൾ ക്ഷണമാത്രയിൽ ദയയുടെ നീളമേറിയ വലിയ മിഴികൾ നേർത്ത പിടച്ചിലൂടെ ഗോപികയിലെത്തി നിന്നു. നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? എങ്ങട്? സംശയപൂർവ്വം ദയ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ചെന്നൈക്ക്. വെറുതെ കൊണ്ടുപോകുമല്ല, എൻ്റെ ഏട്ടൻ്റെ പെണ്ണായിട്ട്, എൻ്റെ ഏട്ടത്തിയമ്മയായിട്ട്. ഗോപികയുടെ വാക്കുകൾ അവസാനിച്ചപ്പോൾ ദയയ്ക്ക് ഉച്ചത്തിൽ ചിരിക്കാൻ തോന്നി. നല്ല തമാശ. ആത്മഗതത്തോടെ അവൾ അടുത്തു കിടന്നൊരു കുഞ്ഞു കല്ലെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. തെളിനീരിൽ പ്രതിഫലിച്ച തൻ്റെ ചിത്രത്തിലൂടെ ഓളം വെട്ടുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു. കളിയല്ല തെച്ചു, ഏട്ടന് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. ഏട്ടൻ അടുത്ത് വരുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഏട്ടന് മുന്നേ നിന്നോട് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ഗോപികയുടെ വാക്കുകളിൽ നിറഞ്ഞ ഗൗരവത്തിലൂടെ അവൾ തന്നോട് കളി പറയുകയല്ലെന്ന് ദയയ്ക്ക് ബോധ്യമായി. ഇരുവരെയും തിരക്കി വന്ന കൈലാസ് ഗോപികയുടെ സംസാരം കേട്ട് കുളപ്പുരയുടെ അരമതിലിന് പിന്നിൽ പതുങ്ങി നിന്നു. അയാളിൽ ദയയുടെ മറുപടി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷ. നീ എന്താ ദിച്ചൊന്നും മിണ്ടാത്തത്? ദയ പരിഭ്രമത്താൽ ശിരസിരുവശത്തേക്കും ചലിപ്പിച്ച് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. അതേ നിമിഷം ഗോപിക ദയയുടെ വലത് കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് അവളെ തടഞ്ഞു നിർത്തി. എനിക്കറിയാൻ നിനക്കിവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന്. കുറച്ച്? ദയയ്ക്ക് അല്പം ദേഷ്യം വന്നു. ചുണ്ടിലൂറിയ പുച്ഛത്തോടെ അവൾ ഗോപികയെ ഉറ്റുനോക്കി. അറിയാതെയാണെങ്കിലും തൻ്റെ സഹനങ്ങളെ ഒരാൾ വില കുറച്ച് കണ്ടതിലുള്ള നീരസമാകാം. കഴിഞ്ഞ 15 വർഷമായി ആരൊരു തുണയില്ലാതെ ദയ ഈ വീട്ടിലൊരു പുറത്ത പട്ടിക്ക് സമമായി നരയുകയാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇവിടെയുള്ളവരെന്നെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഈ വീട്ടിലെ പലയിടങ്ങളിലും മുറികളിലും മനുഷ്യരും എൻ്റെ ചിന്തകളെ ഹൃദയത്തെ ഒരു നിമിഷവും വേട്ടയാടുകയാണെന്ന് പറഞ്ഞു നിനക്ക് ഉൾക്കൊള്ളാനാവോ? പറയാൻ. സമനില തെറ്റിയവളെ പോലെ ദയ അലച്ചു. ഗോപികയും കൈലാസും ഒരുപോലെ ആ പെണ്ണിൻ്റെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. തെച്ചു. ഗോപികയുടെ ശബ്ദം വിറച്ചുപോയി. ദയ ഞെട്ടലോടെ ചുറ്റിലും കണ്ണോടിച്ചു. ഏതോ ഓർമ്മയിൽ പറഞ്ഞു പോയതാണ്. ഈ വീട്ടിലുള്ള ആരെങ്കിലും കേട്ടാൽ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞ് തന്നെ ജീവനോടെ കുഴിച്ചു മൂടും. ഒരിക്കൽ വല്യമ്മാമ്മയുടെ സ്വഭാവദൂഷ്യം പുറത്തു പറയാൻ ശ്രമിച്ചതിന് വല്യമ്മ സിദ്ധേട്ടൻ്റെ ബെൽറ്റ് കൊണ്ട് തന്നെ തല്ലി ചതച്ചിട്ടുണ്ട്. 2 ദിവസം വെള്ളവും മറ്റും തരാതെ മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു 14 വയസ്സുകാരിയോട് ചെയ്യാൻ കഴിയുന്നതിലും വലിയ ക്രൂരത. ഒരു തുള്ളി വെള്ളത്തിനായി ഇരുന്നിട്ടും അവർ തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഉറക്ക കരഞ്ഞപ്പോൾ ചട്ടുകം ചുട്ടു പഴുപ്പിച്ച് തുടയിൽ വെച്ച് പൊള്ളിച്ചു. ഓർമ്മയിൽ ദയയുടെ ഉടലാകെ വിറച്ചു. കൈകൾ ധാവണി പാവാടയ്ക്ക് മുകളിലൂടെ വലത് കാൽത്തുടയിലൊന്ന് തഴുകി. ദച്ചു, പറ. ഒന്നുമില്ല, ഞാനെന്തോ പെട്ടെന്ന്. ഓടിപ്പോകാൻ തുനിഞ്ഞ ദയയെ ഗോപിക പിടിച്ച് യഥാസ്ഥാനത്തിരുത്തിച്ചു. എന്നോട് പറ ദച്ചു, എന്താ നിന്റെ പ്രശ്നം? നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും. ആരെങ്കിലും ഒരാൾ അറിയട്ടെ ഈ പെണ്ണിൻ്റെ ജീവിതത്തെക്കുറിച്ച്. എന്നെങ്കിലും എവിടെയെങ്കിലും ചത്ത മലച്ച് കിടക്കുമ്പോൾ അവൾ ഇത്രയുമൊക്കെ അനുഭവിച്ചിരുന്നെന്നുറക്കെ പറയാൻ ഒരു മനുഷ്യജീവിയെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ. ദച്ചു, ഇങ്ങനെ ചിന്തിച്ചിരിക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ക്ഷമ കെട്ട് ഗോപിക ശബ്ദമുയർത്തി ദയയെ പിടിച്ചുലച്ചു. പറഞ്ഞതൊക്കെ സത്യമാണ്. തീർത്തും നിസ്സംഗമായി നിർവികാരയായി മറ്റൊരിടത്തേക്ക് മിഴികളൂന്നി അവൾ പറഞ്ഞു. എന്നുവെച്ചാൽ 6-ാം വയസ്സിൽ ഒരാളുടെ ഭോഗവസ്തുവായൊരു പെൺകുട്ടി. അതാണ് ദയാദുർഗ. ആരാ നിന്നെ? ആ ചോദ്യം മുതിർത്തപ്പോൾ ഗോപികയുടെ തൊണ്ടയിടറി. മേനിയാകെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി. ദയയുടെ പുറം കൈക്ക് മീതെ ചേർത്ത് വെച്ച ഗോപികയുടെ വലത് കൈത്തലം ദയയെ ഒന്ന് ഇറുകെ പിടിക്കാൻ പോലും ആകാതെ നിർജീവമായി കിടന്നു. വല്യമാമ. ഗോപിക ഉമിനീര് വിഴുങ്ങി ദയയിൽ നിന്നും ലേശം നീങ്ങിയിരുന്നു. ഇരുവർക്കുമിടയിൽ കടുത്ത നിശബ്ദത.
ഗോപികയിൽ തനിക്കരികിലിരിക്കുന്ന സാധു പെണ്ണിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന കടുത്ത ചിന്ത. ദയയിലാകട്ടെ ഇരുട്ടിലായ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള തീവ്രമായ ദുഃഖവും. പുറത്ത് കൈലാസ് അല്പനേരം ദയയെക്കുറിച്ച് ഓർത്ത് പരിതപിച്ചു. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ? പിന്നീട് ദീർഘമായൊന്ന് നിശ്വസിച്ച് മരവിച്ച മനസ്സോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങി. നീ എന്തുകൊണ്ട് ഇതൊന്നും ആരോടും പറഞ്ഞില്ല ദച്ചു? ഏറെ നേരത്തെ മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് ഗോപിക നന്നേ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ആരോടാ ഞാൻ പറയേണ്ടത്? എന്താ ഞാൻ പറയേണ്ടത്? ഒരു പ്രായം വരെ അയാൾ എന്താണ് എന്നെ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഗോപിക്ക്. ഈ വലിയ വീട്ടിൽ എന്നോടൊന്ന് ചിരിക്കുകയും മിണ്ടുകയും ചെയ്യുക ഏക മനുഷ്യൻ അയാളായിരുന്നു. എന്നെ ശകാരിക്കുന്നില്ല, ശരീരം നോവിക്കുന്നില്ല, ദേഹം പൊള്ളിക്കുന്നില്ല, പട്ടിണിക്കിടുന്നില്ല. പകരം എന്നെ കാണുമ്പോഴെല്ലാം പുഞ്ചിരിക്കും, തലോടും, ചേർത്ത് നിർത്തി ചുംബിക്കും. ഇതിലെവിടെയാണ് 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കാമം കണ്ടെത്താനാകുന്നത്? ദയ ഇരു കൈകളും മുഖത്തോട് ചേർത്ത് വിങ്ങിപ്പൊട്ടി. ഒരു പെണ്ണിൻ്റെ വർഷങ്ങളായുള്ള നിസ്സഹായത ദയയ്ക്കൊപ്പം ഗോപികയും വിതുമ്പി. അയാളുടെ സ്പർശനങ്ങളെല്ലാം അരോചകമായി തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ എതിർക്കാനായി ശ്രമിച്ചു. പക്ഷേ അപ്പോഴെല്ലാം അയാൾ ഓരോന്ന് പറഞ്ഞെന്നെ ഭീഷണിപ്പെടുത്തും. മുത്തച്ഛനോട് പറയാൻ ഞാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇനൊന്നും നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഏതോ വടിയാഞ്ചക്കൻ്റെ ബീജമല്ലേ ഈ ദയ കാണുന്നത് അയിത്ത. ഒരിക്കൽ സൈകിട്ട് വലിയമ്മയോട് പറഞ്ഞു, അതിനുള്ള സമ്മാനം എൻ്റെ ഈ കാൽത്തുളയിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. സഹിക്കാനാകാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കും. അപ്പോഴെല്ലാം ജീവൻ പോകുമാറും ഉപദ്രവിക്കും, പട്ടിണി കിട്ടും. മരിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ. പക്ഷേ എന്നെപ്പോലെ ഒരുത്തിക്ക് അതിനുള്ള ധൈര്യം ഈശ്വരൻ തന്നില്ല. വർഷങ്ങളായി ഓരോ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടുമായി ഞാൻ. ഒന്ന് മയങ്ങിയ ദുസ്വപ്നമായി എത്തുന്നത് കുത്തിയൊലിക്കുന്ന മഴയുള്ള രാത്രിയാണ്. വെറും 6 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്ന എൻ്റെ ഉടലിൽ നിന്നും അടർന്നു മാറുമ്പോഴുള്ള അയാളുടെ പൈശാചിക മുഖം എൻ്റെ കണ്ണുകളിൽ ഒട്ടും മങ്ങലേൽക്കാതെ തെളിയും. ഉമിനീരിറ്റി വീഴുന്ന മലർന്ന ചുണ്ടുകളും വീർത്ത കൺതടങ്ങളും അവയ്ക്കിടയിലെ ചുവന്ന പിഴികളും ഒരു ചെന്നായ്ക്ക് സമയമുള്ള പല്ലുകളും എല്ലാം എന്നെ വരിഞ്ഞ് മുറുക്കി ശ്വാസം മുട്ടിക്കുവാണ്. ഇത്രയൊക്കെ എന്നോട് ചെയ്തിട്ട് യാതൊരു ഉൾക്കുത്തും ഇല്ലാതെ ഇപ്പോഴും തക്ക് കിട്ടുമ്പോൾ അയാൾ എന്നെ വേട്ടയാടുകയാണ്. തൊട്ടും പിടിച്ചും തലോടിയും എന്നെയാണ്. ഇടർച്ചയുടെ വാക്കുകൾ അവസാനിപ്പിച്ചവൾ ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. എത്ര വർഷം, എത്രയെത്ര ദുരനുഭവങ്ങൾ! ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഒരു സാധാരണ സ്ത്രീയിൽ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും മനുഷ്യജീവി സഹിക്കുമോ? ഗോപിക നിറഞ്ഞൊലിക്കുന്ന മിഴികളോടെ ദയയെ നോക്കിയിരുന്നു. ഒരു നേർത്ത തലോടിൽ കൊണ്ടുപോലും അവളെ ആശ്വസിപ്പിക്കാൻ ഗോപികയ്ക്ക് മനസ്സ് വന്നില്ല. ഉള്ളിലെ നൊമ്പരങ്ങളെല്ലാം എരിഞ്ഞടങ്ങുന്നതുവരെ അവൾ മതിവരുവോളം കരയട്ടെ എന്ന് ആ പെണ്ണും കരുതി. ആർത്തിരമ്പിയ സങ്കടക്കടൽ നേർത്ത തേങ്ങലുകളായി പരിണമിച്ചപ്പോൾ ഗോപിക തൻ്റെ കൈവെള്ളയാൽ ദയയുടെ ഇരുമിഴികളിലെയും കണ്ണുനീരൊപ്പി. നീ വിഷമിക്കണ്ട, ഇനി നിനക്കൊപ്പം ഞാനും എൻ്റെ ഏട്ടനും ഉണ്ടാകും. ഏട്ടൻ നിന്നൊരു കുറവുമില്ലാതെ നോക്കും, എനിക്കുറപ്പുണ്ട്. അത്തരം മോഹങ്ങളൊന്നും എനിക്കില്ല ഗോപികെ. രവീന്ദ്രൻ എന്ന ദുസ്വപ്നം ഇല്ലാത്തൊരു രാത്രി, ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങണം. അതേ ജന്മം സാധ്യമാകുമെന്നും തോന്നുന്നില്ല. മരണം വരെ അയാളെയും അയാൾ എന്നെ ചെയ്ത ക്രൂരതകളെയും മറക്കാൻ എന്നെ കൊണ്ടാകില്ല. ഒരിക്കലും കഴിയില്ല.